കളി ശരിക്കും നമ്മൾ തുടങ്ങേണ്ട സമയമല്ലേ? അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇത് നമ്മൾ അടിച്ചിരിക്കും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മില്യൺ. ഇത് നമ്മൾ യൂട്യൂബിൽ ഇടുകയും ചെയ്യും. ശരിക്കും കളി തുടങ്ങണം. നമ്മളൊരു വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടേ പഴയ ആൾക്കാർ അതൊന്നും കുഴപ്പമൊന്നും ഇതെല്ലാം നോക്കിയിട്ടില്ല കളിക്കാം. നമുക്ക് ലെഗിലടിച്ചിട്ട് ഞങ്ങൾ കളിക്കാം. വലിയ അടിയൊന്നുമില്ല. ഇപ്പം എന്നാണ് ഹാർഡ് ബോൾ ആരെ കാട്ടിനുള്ളൂ പിന്നെ അടിച്ചൊന്നുമില്ല. ഇനി നീ വരും കളിക്കാൻ. സോഫ്റ്റ് ബോൾ കളിക്കാം. സോഫ്റ്റ് ബോൾ ഈ പിച്ചിൽ കളിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ലടാ. ഇത് കോൺക്രീറ്റ് പിച്ചല്ലേ? സോഫ്റ്റ് ബോളൊന്നും നമുക്ക് ഒന്നാമത് ചെറിയ അധികം ദൂരം ഓണം. നമ്മൾ സോഫ്റ്റ് ഓടുന്നില്ലടാ. സോഫ്റ്റ് ബോൾ നമ്മൾ കളിച്ചിട്ടേ ഇല്ല. കുറച്ചാളെ അങ്ങനെ കളിച്ചു കൊടുക്കില്ല. ഇനി വയസ്സ് കാലത്തിന് കളിച്ചു പഠിക്കുന്നുണ്ട്. ഇത്രയും കാലം പഠിക്കാതെ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നു. ഇനിയിപ്പം ചെയ്യാൻ പറ്റുന്നത് ഹാർഡ് ബോളാകുമ്പോൾ ആൾ കൂടുതൽ വേണം. ഹാർഡ് ബോൾ ഇപ്പോൾ വൺ സൈഡ് അടിക്കുമ്പോൾ അങ്ങനെ വലിയ ആളൊന്നും വേണ്ട. ആളൊരു കളിക്കാൻ തുടങ്ങിക്കോ. ഇപ്പം നീ വരുവാ, ഞാൻ വരും, ഹരീഷ്, പിന്നെ അന്ന് റിയാസ്ക പറഞ്ഞു ആൾക്കാർ വരുവാടാ. കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട. പെരുമ്പൂട് കളിയില്ല ഇപ്പം, ഏടിയും കളിയില്ല. ഇപ്പം പെരുമ്പൂട് ടീമെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ സൺലൈറ്ററാണ് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൺലൈറ്റർ കളിച്ചൂടെ? പന്നി ഫാം ആടുകളെ വീടിന്തിനാ കാക്ക? ഇവിടെ കാക്ക എന്ന കാര്യം അല്ല, അതുകൊണ്ടാണ് ഇവിടെ കാക്ക കൂടുതലായിട്ട് വരുന്നത്. അവിടുത്തെ പന്നീൻ്റെ അങ്ങനത്തെ വേസ്റ്റ് അങ്ങനത്തെ ഇറച്ചിയെല്ലാം ഉള്ളതുകൊണ്ട് പന്നിയില്ല. അല്ല ഉള്ളല്ല. അപ്പൊ കാക്കയ്ക്ക് വന്നാൽ കുറച്ച് കിട്ടാലോ. മറ്റേ ചീരയും കൂടെ നനയുന്ന പരിപാടി അല്ലേ? പിന്നെ ഇത്രയും കാക്ക ചീരയും കൂടെ നനയിട്ട് വെച്ചിട്ട് ശ്മശാന. പണ്ട് വേറെ ശ്മശാന. ഇത് ഇവരെയായിരുന്നു, ബന്ധക്കോസ് വരെയായിരുന്നു. അല്ലടാ, ഇത് ക്രിസ്ത്യൻ തന്നെ. ബന്ധക്കോസ് വരെ താഴെ. ഞാൻ പണ്ടും മോനെ ഞാനും പ്രാന്തായിട്ട് ഇവിടുന്ന് ഇവിടെ വന്ന് കിടന്നു ശ്മശാനം തുറക്കുന്നതിന് വേണ്ടി. എനിക്ക് ബോധമില്ല അന്റെ കാലം. ഫിനിഷിന്റെ തൊപ്പീൻ്റെ വീഡിയോ കണ്ടിരാ? തൊപ്പീൻ്റെ വീഡിയോ. തൊപ്പീന്ന് അറിയാം? തൊപ്പിയാരാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രിപ്റ്റ് ഒന്നല്ല. ഇത് സ്ക്രിപ്റ്റ് അല്ല. ഞാൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പുറകിലാണ് ഇവര് എല്ലാം ചെയ്യുന്നത്. അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഗ്രൂപ്പില്ലടാ, നീ പറഞ്ഞ ഓർഗനൈസേഷൻ ഒന്നും ഇല്ല. ഉണ്ട്, ഇവർക്കൊരു ബിസിനസ് ഉണ്ട്. MRC ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് MRC എന്ന് പറഞ്ഞ പുറകിൽ ആൾക്കാരുണ്ട്. അവര് പറയുന്ന പോലെയാണ് ഇവരെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് അവരാണ് ഇവരെല്ലാം വീഡിയോ എടുത്ത് വെച്ചത്. ഇനിയിപ്പോ തൊപ്പീന്റെ അടക്കം വീഡിയോ ഉണ്ടാവും. ഇനിയിപ്പോ തൊപ്പി അതിനകത്ത് വേറെ പോയാൽ തൊപ്പിക്ക് വേറെ സാധനം വരും. പറയാൻ പറ്റില്ല, ഇങ്ങനെയല്ല ആയിരിക്കും. ഇതിന്റെ പിറകിൽ ആളുണ്ടാ എല്ലാം. ആൾക്കാരുണ്ട്, ഫിനാൻസ് അങ്ങനെയെല്ലാം ഇവന്റെ ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ആളുണ്ട്. പക്ഷെ ഇവര് ആദ്യം മറ്റേ ഈ അച്ചായനല്ല മറ്റേ ജിൻഡോനെല്ലാം കൊണ്ടുവന്നപ്പോ പൈസ കൊടുത്ത കാര്യമെല്ലാം പറയുമ്പോ അവരാണ് മറ്റേ അവരുടെ ആൾക്കാരാ വന്ന് കൊടുത്ത ഉള്ളിലിരിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ മറ്റേ എന്താ പറയാ തൊപ്പി ബ്രില്യൻ്റ് ആടാ. ബ്രില്യൻ്റ് അല്ലാണ്ട് പിന്നെ അവൻ അങ്ങനെ അതൊക്കെയാണ്. പക്ഷെ അവനൊരു ഇതിന്ന് ട്രാൻസിഷൻ ഉണ്ടായി എങ്ങനെയല്ല ആളുണ്ടാവും പറയില്ല. മറ്റേ ആളുണ്ടാവും എന്തായാലും. ഇപ്പൊ ഈ ക്യാമറന് മുമ്പ് വരാത്ത അവരാണ് അതിന്റെ മെയിൻ ആയിട്ട് ഒരു സ്ക്രിപ്റ്റഡ്. എല്ലാ സാധനം സ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ അന്ന് എന്നോട് ഒരു ഷമീറിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതൊക്കെ ഓൻ തീർന്നില്ലടാ. അതുമല്ല മറ്റേ ഇവരുടെ എല്ലാം വീഡിയോ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് നോക്കി അവർ നേരത്തെ പ്ലാൻ ചെയ്തതാണ് സംഭവം. എപ്പോഴെങ്കിലും അടി കിട്ടിയ ഇവർക്ക് തിരിച്ചടിക്കാനുള്ള ഏത് പ്ലാനിങ് ആയിരിക്കും അല്ലേ? പിന്നല്ലാണ്ട് അതിനിടയ്ക്ക് ഇവരൊന്നും ഷമീറൊന്നും ഇവന്റെ ഫ്രണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. അതിന് പറയില്ല ആൾക്കാരുണ്ട് തൊപ്പി അടക്കം ചെയ്യുന്നത് അവര് പറയുന്ന അനുസരിച്ചാണ് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഇമാതിരി പരിപാടി. പക്ഷെ തൊപ്പിനെ തന്നെ ഒരു മുഖമായിട്ട് ഒരു ഫേസ് വെച്ചിട്ട് ബിസിനസ് ഒരുപാട് ഇപ്പം ഓൺ തന്നെ ഓൺ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്.
ഈ MRC എന്നുള്ളതൊരു പക്ഷെ ഇപ്പൊ 3 മാസമായി തൊപ്പി ലൈവ് ഒന്നും ചെയ്തിട്ടില്ല. അതും സിനിമക്ക് പോയി എന്നെല്ലാം പറഞ്ഞിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് പോലും. ആര് തൊപ്പിയാ? ആ തൊപ്പി സിനിമയിലുണ്ട്, ഇവരെല്ലാവരും സിനിമയിൽ വരുന്നുണ്ട്. ആ തൊപ്പി എനിക്കിപ്പോ വിജയ് ബാബുവിന്റെ സിനിമയിൽ എന്തോ ആണ് വരുന്നത്. അതിനിടയ്ക്ക് മറ്റെന്തോ പ്രശ്നമുണ്ടോ പറഞ്ഞ മറ്റേ ഇതില്ലടാ, മറ്റേ മമ്മു എല്ലാം പോയിട്ട് ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞിട്ട് പിന്നെ പൈസ ക്ലൈമാക്സിന് പൈസ ചോദിച്ചു എന്തൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ മറ്റേ ഒരു ഗേൾ ഫ്രണ്ടിന്റെ കാര്യവും പറയുന്നുണ്ട്. അത് തിരിച്ചു വന്ന ഉള്ളതൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി ഒരു തിരിച്ചു പക്ഷെ ഓളെ അതിനിടയ്ക്ക് പോയി 2 കല്യാണം ഇങ്ങനെ കഴിച്ചു ഒരു എന്റർടൈൻമെന്റ്. അതിനൊക്കെ എന്നൊരു ആ പെണ്ണൊരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വേറൊരു ചെക്കനെ കല്യാണം കഴിച്ചിരുന്ന ലല്ലുവിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് കുറേ പിന്നെ എന്തെല്ലോ കുറെ കോൺട്രവേഴ്സി ഇങ്ങനെ കാണാം. നല്ല ഫെയിം അത് ഇതെന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. ഇതിപ്പോ ഷമീർ പറഞ്ഞാല് ഷമീറിനെ കേൾക്കാൻ ഒരു 10 ആളുണ്ടായത് തൊപ്പി കാരണമാണ്. അത് തൊപ്പി കാരണമാണ് ഓൻ തന്നെ വളർത്തി കിട്ടിയത്. പിന്നെ ഒന്ന് വേറെ റാംബോ ശരത്ത് അതന്നെ. ഞാൻ പോയിട്ടില്ലല്ലോ. അവന്റെ പേരിൽ കുറെ ഇതെല്ലാം പ്രോപ്പർട്ടി എല്ലാം വാങ്ങി. ഫോർച്യൂണർ വാങ്ങി മറ്റേ ഷമീറിന്റെ പേരിൽ. അതിപ്പോ ഷമീർ പറയുന്നത് എന്താ പറയാ, ഈ കഞ്ചാവെല്ലാം കടത്തുമ്പോൾ പിടിക്കുമ്പോ ഓണറിന്റെ പേരിലല്ലേ കേസ് വരുക. അതുകൊണ്ട് ഇവന്റെ തൊപ്പി പറയുന്നത് എന്റെ വണ്ടി അടിച്ചോണ്ട് പോയി എന്നുള്ളതല്ലേ. ഞാൻ ഓനെ വിശ്വസിച്ചിട്ട് ഓന്റെ പേരിൽ ഉണ്ടാക്കി കൊടുത്താണ് ആ മാറിയതും കൊണ്ട്. തൊപ്പിന്റെ ഇപ്പൊ ഞാൻ അല്ല, അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് വ്യൂസ് ആവും. രണ്ടുപേരും തൊപ്പി പറഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യും, അതിന് ശേഷം ഞാൻ ചെയ്യില്ല. ഇവനെതിരെ ചെയ്ത ഇവന് വ്യൂ ആണ്. ഇത് ഭയങ്കര പൈസയല്ല ഇത് ഭയങ്കര പൈസ. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം അങ്ങനത്തെ കുറെ ഉണ്ട്. ഈ മറ്റേ ഈഗിളെല്ലാം വീഡിയോ ചെയ്യുന്നില്ലേ, അവര് ഗെയിം സ്ട്രീം ചെയ്യും അല്ലേ. അപ്പൊ ഈ ഗെയിം കാണും, അതിന്റെ കൂടെ ആൾക്കാർ സംസാരിക്കും, ഇവരെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബഡ്ഡിങ് സ്റ്റേജ് അല്ലടാ. അപ്പൊ ഈ നല്ല രീതിയിൽ, അതായത് ഇപ്പം വലിയ രീതിയിൽ ആ പ്ലാറ്റ്ഫോമിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇവര് നല്ല ഈ ഫേമസ് ആയിട്ടുള്ള ഈ ഫേമുള്ള ആൾക്കാർ, കാണാൻ വരുന്ന ആൾക്കാർ, അവർക്ക് നല്ല ഇത് സ്പോൺസർ കൊടുക്കും, നല്ല പൈസ കൊടുക്കും. അങ്ങനെയാണ് ഇത്. ഇപ്പൊ യൂട്യൂബിനെല്ലാം കിട്ടുന്നതിനേക്കാളും പൈസ അവർക്ക് ഇതിനകത്ത് കിട്ടും. യൂട്യൂബ് അത്രയും വ്യൂസ് ഒന്നും വേണ്ട, ചെറിയ വ്യൂസ് അതിലല്ലേ. മറ്റേ ഷമീർ എന്താ വീഡിയോ കേസെല്ലാം വരില്ല ഇങ്ങനത്തെ. ഇങ്ങനെ ഇതിപ്പോ ഡ്രഗിന്റെ ഒക്കെ പറഞ്ഞ ഉറപ്പായിട്ടും വരില്ലേ. മറ്റേ അതും മറ്റേ ആദിലിനെല്ലാം പറഞ്ഞ അവനുള്ള പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല. ആ ഇടയ്ക്ക് വരൂടെ ആദിൽ ചില സമയത്തുണ്ടാവും. സ്ട്രീമിംഗ് ഒന്നും കാണില്ല. ഈ കോൺട്രവേഴ്സി വന്നാല് ഞാനും അങ്ങനെ കാണാറുന്നില്ല. കോൺട്രവേഴ്സി വരുമ്പോ രസം കുത്തിരിപ്പ് കാണാൻ വേണ്ടി ഞാൻ കാണാറുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പീഡിലെല്ലാം വരും. ഇവരുടെ ചാനൽ സെർച്ച് ചെയ്ത് കാണാറുന്നില്ല. ഇടയ്ക്ക് സ്പീഡിലെല്ലാം വരും. ഇവര് യൂട്യൂബിൽ സെയിം ടൈം സ്ട്രീം ഉണ്ടാവും, ലൈവ് ഉണ്ടാവും തോന്നുന്നു. അപ്പൊ യൂട്യൂബിലും മറ്റേ ഇത് കൊടുക്കാൻ പറ്റും, കോയിൻസ് ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കില്ല. അത് കൊടുക്കും. അത് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റും. യൂട്യൂബിലും കിട്ടും. സൂപ്പർ ചാറ്റ്. സൂപ്പർ ചാറ്റ് ആ പ്ലാറ്റ്ഫോമിൽ കിട്ടും. ആ പ്ലാറ്റ്ഫോമിൽ കിട്ടൂല. യൂട്യൂബിലേ കിട്ടുള്ളൂ. അപ്പൊ അവർ സെയിം ടൈം യൂട്യൂബ് അവിടെ ലൈവ് വെച്ചിട്ടാണ് ആ സാധനം. അറിയില്ല, ചിലപ്പോൾ യൂട്യൂബിലുള്ള ലൈവ് കിക്കിലുണ്ടാവില്ലടാ. കിക്കിൽ വേറെ തന്നെ ഇടുന്നു, മറ്റേ ഇവര് ഷമീറിൽ ഇടുന്നു. പക്ഷെ ഷമീറിൽ ഇവന് ചെയ്യലുണ്ട്. പക്ഷെ യൂട്യൂബിലിടുന്ന വീഡിയോ വേറെ, കിക്കിലിടുന്ന ലൈവ് സ്ട്രീമിംഗ് അങ്ങനെ സെയിം സാധനങ്ങളല്ലടാ വരുന്നത്. സ്ട്രീമിംഗിൽ ഇവരടക്കാം എനിക്ക് ഇത്രയും വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞല്ലോ. ഇത്രയും പൈസ ആരോ അയച്ചു, 1 ലക്ഷം അയച്ചു, അത് യൂട്യൂബിൽ അയക്കുന്നത്. അത് ഈ സെയിം സ്ട്രീമിംഗ് തന്നെയാണ് ഒരേ ടൈമിൽ ചെയ്യുന്നതായിരിക്കുമല്ലോ. എന്ത് പരിപാടി ഇത്. ഓനെന്തെങ്കിലും സ്ട്രീമിംഗ് പഠിപ്പിക്കണം. ഈ പരിപാടിയെല്ലാം പറഞ്ഞല്ലോ. എടാ വൻ വിഷനാട്ടോ എന്നൊക്കെ പറഞ്ഞാലും അത് ഓൻ്റെതായാലും ഓൻ്റെ ഓർഗനൈസേഷൻ്റെ ആയാലും വൻ വിഷയം. ഇങ്ങനെ ടീം ഉണ്ടാക്കി എടുക്കുക. ഞാനിത് ആദ്യം ചോദിക്കും, ഇവർ റാൻഡമായിട്ട് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ വിളിച്ച് ഇതെല്ലാം എന്നാണ് മറ്റേ മുടി വെച്ച് ജാസി അല്ലേ, ഇതൊക്കെ റാൻഡമായിട്ട് വരുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയിരുത്താൻ പറ്റുമോ? അത് ഇത്രയും പൈസേൻ്റെ പരിപാടി നടക്കുന്നു, ഇത്രയും സ്ട്രീമിങ് നടക്കുന്നു. ഞാൻ എന്നറിയാം ഇവർ റാൻഡമായിട്ട് കുറേ ആൾക്കാർ ചൂസ് ചെയ്യുന്നു. ഈ മമ്മു ആരാണ് ഒന്നും അറിയില്ല. ഒരു പയ്യനെ പിടിച്ചിട്ട് കൊണ്ടു നടക്കുന്നു. ആദ്യമേ വന്നേ. എന്നാലും ഓൻ ആ സമയത്ത് വയസ്സത്രേ ഉള്ളൂ. 10 16 വയസ്സുള്ള സമയത്ത് അങ്ങനെ വരുന്നില്ലേ. എന്നിട്ട് ഇവർ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതോ കാട്ടവരാതോ ചെക്കന്മാരെല്ലാം പറയുന്നതും ചെയ്യുന്നതും. ഇപ്പം ഈ മമ്മൂന് നല്ല മമ്മൂ ആ തടിച്ച മമ്മൂല്ലേ, ആ മമ്മൂനൊന്നും ഒന്നുമില്ല. ഓൻ പറയുന്നത് തെറി
തെറിയൊക്കെ സ്ട്രീമിങ്ങിൽ ഇങ്ങനെ പറയുന്നത്, ഈ ചെറിയ പയ്യനിങ്ങനെ പറയുന്നത്. ഇതാണെങ്കിൽ പിള്ളേർ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇടയ്ക്ക് തെറിയൊന്നും പറയൂലെന്ന് പറയുന്നുണ്ട്. അവിടെ ഇന്നെ ഫുള്ള് തെറിയാ, പിന്നെ ദേഷ്യം പിടിച്ച ഇനിയിപ്പോ ഫുള്ള് കൈവിട്ട് പോയില്ലേ, ഇനിയിപ്പോ ഫുള്ള് പഴയ ഇന്ന് ഫുള്ള് മറ്റേ കോക്ക് വൈബാ. കോക്കിന്റെ മറ്റേ ഇവൻ തൊപ്പീന്റെ ഇത് കണ്ടിരാ, തൊപ്പീന്റെ ലൈവ് അല്ല, ഈ ഇപ്പൊ തൊപ്പി സ്ട്രീം ചെയ്ത് ഇപ്പം ചെയ്ത ലൈവില്ലടാ, അതില് ഫുള്ള് അതില് ഫുള്ള് മറ്റേ ഇതന്നെ അന്ന് ആ കോക്ക് പറഞ്ഞേ നായിന്റെ ആ സാധനം, ആ സെയിം സാധനം അടിച്ചിറക്കത്ത്. ഇത് പക്ഷേ തൊപ്പിയെല്ലാം പറഞ്ഞ് നേരെ പ്രീ പ്ലാൻ ചെയ്തോടാ, അത് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം വീഡിയോ ഇടണം നല്ല നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചത് ചെയ്യുന്ന ഏതിന്റെ തൊപ്പി ഇന്നിട്ട ലൈവല്ലേ, അതെല്ലാം അവര് പറഞ്ഞിട്ടുണ്ടോ മറ്റേ അവസാനം വീഡിയോ ഇടണം നേരത്തെ തീരുമാനിച്ചിട്ട് അവർ ഇട്ടതാണ്, അല്ലാതെ പെട്ടെന്നുള്ള ഇത് വികാരം കൊണ്ട് ഇട്ടൊന്നല്ല. ആദ്യം അവര് മറ്റേ ബ്ലറെല്ലാം ആക്കി വെച്ചത്, നേരത്തെ തീരുമാനിച്ചിട്ട് ഇട്ടാണ് അത് പെട്ടെന്ന്. എടാ നിന്റെ ഫോൺ ഇത് അങ്ങ് അവിടെ കിടക്കുക, ഞാൻ ഐഫോണാണെന്ന് നോക്കൂല, വെറുതെ ആവശ്യമില്ലാണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യരുത്, നീ വേണമെങ്കിൽ അവിടെ പോയിരുന്നു എടുത്തു, അവിടെ പോയിരുന്നു എടുത്തോ, നിന്റെ ആംഗിളൊന്നും ഒരു കുഴപ്പമില്ല, നീ അവിടെ പോയിരുന്നു എടുത്തോ, ആംഗിൾ പ്രശ്നമാണ്, നീ അവിടെ വേണമെങ്കിൽ പോയിരുന്നു. നമ്മളെ അതെല്ലാം പോയിരുന്നു, നമ്മളെ സഭാഗമൊക്കെ പോയിട്ട് നമ്മള് സാധനം ഇതായതാ എടുക്കും, മര്യാദ പേടിക്കൊന്നും വേണ്ട വിനീഷേ, ഇതെല്ലാം ഒരു ഇതാ ഏത് നമ്മളൊരു ഗ്യാങ് സെറ്റ് ചെയ്യും തൊപ്പിനെ പോലെ, നീയാണ് നമ്മളെ തൊപ്പി, നീയാ നമ്മളെ തൊപ്പി നടക്കുന്ന ഫ്ലേവറിയാണ്. കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാക്കല്ലേ, കുറച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ, നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഇതിൽ തന്നെ ഒരു ഭയങ്കര ഡോമിനേറ്റഡ് ആണ് തൊപ്പി, ഭയങ്കര ഡോമിനേഷൻ ആണ്. അത് നമുക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും. പിന്നെ ഇവർക്കെല്ലാം ഒരു പേടിയും ഒരു ഇതും ഉണ്ട്, അത് സ്ക്രിപ്റ്റ് ആയാലും നോർമൽ ആയാലും ഉണ്ടാവും. ഇവന്മാർ ഇത് വീണ്ടും പൈസ ഉണ്ടാക്കാനായിട്ട് കിക്കെല്ലാം വന്നിട്ടല്ലേ ലൈവ് ചെയ്തവർ, അവർക്ക് ഓൾറെഡി ഒരു ഫെയിം ഉണ്ടായിരുന്നല്ലോ. അവര് ചിലപ്പോ ഈ തൊപ്പിനെ പറയാണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ അവർക്ക് കുറച്ച് വ്യൂസ് അത്യാവശ്യം കിട്ടിയാണ്. ഷമീറിനും വ്യൂ ഉണ്ട്, ഇനിയിപ്പോ ഇവനായാലും യൂട്യൂബ് ചാനൽ ഒരു വ്ലോഗ് തുടങ്ങിയപ്പോൾ ഇവർക്കെല്ലാം ഒരു യൂട്യൂബ് അങ്ങനെ തുടങ്ങിയാൽ മതി. ഇവർക്ക് പെട്ടെന്ന് റീച്ച് കിട്ടാൻ വേണ്ടി വെറുതെ ആവശ്യമില്ല ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട്. റീച്ച് മാത്രമല്ല, ഇങ്ങനെ പൈസ വേണമെന്ന് തൊപ്പി ഓൻ പറഞ്ഞാ 10 ജനറേഷൻ ജീവിക്കാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്, നീ സ്വപ്നം കാണുന്നതിന് മുകളിലുണ്ട്, ഓൻ തന്നെ ഇത് അഡ്മിറ്റ് ചെയ്യണം. അപ്പം പക്ഷെ അത് ഇവർക്ക് വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഇവർ പോയാലും ഇവർക്ക് ഇപ്പൊ സംഭവം ഇങ്ങനെ ഒരു ഇത് തോന്നിയിട്ട് അവർ പോയി, അവർ പോയാലും അവർ വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അവർക്ക് പിന്നെ അത് ഒരു ഫെയിം കിട്ടി, അതുകൊണ്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് മുൻപോട്ട് പോകാം. പക്ഷെ എന്നാ പ്രശ്നം വെച്ചാൽ ഈ അൺലിമിറ്റഡ് മണി ഇവർ കണ്ടു, ഈ സാധനത്തിലേക്ക് ഒരു കണ്ണുപോയി, ഇനി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഈ സാധനം വേണം. ഇപ്പം നീ ഒരു സാധനം തുടങ്ങി, നിന്റെ വീട്ടിൽ ഞാൻ വന്നു, സംഭവം അതിനുശേഷം നീ വൻ സക്സസ് ആയി. അപ്പം എൻ്റെ വിചാരിച്ചത് എൻ്റെയും കഴിവുകൊണ്ടെങ്കിൽ ഉണ്ടാക്കിയാണ്, ഇതിലേക്ക് ഒരു കണ്ണെനിക്ക് വരും. നീ അത് വിട്ട് നീ വിചാരിക്കുന്ന ഇത് ഞാൻ ഉണ്ടാക്കില്ല, എൻ്റെ അല്ലേ കമ്പനി, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആ ഒരു സംഭവം മറ്റോ വിചാരിക്കുന്നത് ഞാൻ കാരണം ഇവർക്ക് കുറച്ചെങ്കിലും ഇതായി, ഇവര് എവിടെ എത്താത്ത കുറച്ച് പേരെ കൂട്ടിയിട്ട് ഞാൻ ഇത്ര എത്തിച്ചു തൊപ്പി അവന് വിചാരിക്കും. ഇവൻ വിചാരിക്കും നമ്മളെ കൂടെ നമ്മുടെ ഇതും കൂടെ ഉണ്ടല്ലോ, നമുക്ക് വിചാരിച്ച ഇവര് സാലറി തരുന്നുണ്ടെന്ന് വീഡിയോ പറയുന്നുണ്ട്, നമുക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ചെയ്യില്ലടാ. ഇപ്പം ചായ കുടിച്ച് 30 രൂപക്കെല്ലാം കണക്ക് പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നും ചെയ്യുന്നില്ല. വൻ പൈസ അവർക്ക് പൈസ ഇല്ലാണ്ട് അവരെങ്ങനെയാലും 2-3 വർഷം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്കൊരു ജസ്റ്റ് ഇതായി കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയേനെ, അവർ പുതിയ എന്തെങ്കിലും തുടങ്ങിയിട്ട് പോയേനെ. അവർക്ക് അതിനുള്ള ഇത് കിട്ടുന്നുണ്ടാണ്, റിവാർഡ് കിട്ടുന്നുണ്ടാണ്. പക്ഷെ അവരിപ്പോ അവർ വിചാരിച്ചിട്ടുണ്ടോ അവർ ഒരു വേറെ ലെവലിൽ എത്തി, ഇപ്പൊ തൊപ്പിന്റെ അത്രയും തന്നെ എത്തി. അപ്പൊ നമുക്കിത് പോരാന്ന് വിചാരിച്ചിട്ട് പോരാന്ന് തോന്നുകയാണ് പൊതുവെ മനുഷ്യന്മാർക്ക് വരുന്ന സാധനമാണ്. അല്ലടാ, എന്നാലും ഇങ്ങനെ സാധനം, ഇങ്ങനെ വീഡിയോ ഉണ്ട് ഇപ്പോൾ ഷമീർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷമീറിന് അറിയാം, ഒരു വീഡിയോ ഉണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ പറ്റില്ലേ. അതെങ്ങനെ അവർ ആരെടുത്ത് വീഡിയോ അത് എടുത്ത എനിക്ക് ആദ്യം തൊപ്പി പറഞ്ഞ് മറ്റേ അവരുടെ ഫോണ് ഹാക്ക് ചെയ്താൽ അത് 3000 ഇതുണ്ട്, അത് മറ്റേ ഫോണ് പിടിക്കുമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാധനം വീഡിയോ എടുത്തത് ഒരാളാണ്, ആ എടുത്ത ആൾ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് തൊപ്പി.
അപ്പൊ ഇത് അറിയുന്ന ഒരാളായിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കും. അതായത് വീഡിയോ എടുക്കാൻ ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവര് ഓപ്പൺ ആയിട്ട് വേറെ മുമ്പിൽ വീഡിയോ കാണുന്നില്ല. പിന്നെ ഇത് ഈ ഒരു സംഭവം ആടെ എന്താ പറയാ, ആ ഗ്യാങ് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇവര് ഷെഡിട്ട് തുള്ളുക, ഈ സാധനം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു സംഭവം അല്ലാണ്ടായിട്ടുണ്ടാവും. അപ്പൊ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയായാലും ഇവര് വീഡിയോ എടുക്കുന്നില്ല. നമുക്ക് സാധനം അവർക്ക് പോയി കംപ്ലീറ്റ്ലി പോയി. വീഡിയോ സാധനം അത് ആ സാധനം ഇല്ല, അതിന്റെ ഒന്നും ഇല്ലാണ്ടായി പോയി. ഒന്നും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് ചിലപ്പോൾ ഇതൊരു നല്ല ടൈമിൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് നോർമലി അവിടെ നടക്കുന്നൊരു സംഭവമായിരിക്കും. അത് ഈ എടുത്തോടാ, ഇത് പുറത്തോടില്ലല്ലോ എന്നുള്ള സെറ്റപ്പിലേ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള സംഭവങ്ങൾ ആയിരിക്കാം. ഇപ്പം തൊപ്പി പറയുന്നത് അതിന് ശേഷം ബ്ലോ ചെയ്യുന്നത് ഇത് കാണിക്കുന്നില്ല. ഈ സാധനമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വീഡിയോ എടുക്കും ധൈര്യത്തിൽ ബ്ലോ ചെയ്യുന്ന അടുത്ത പേര് മിക്കാറും ബ്ലോ ചെയ്യുന്നത് ഇപ്പം തൊപ്പി തൊപ്പി ഇനി ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ അത് ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, അവരുടെ കയ്യിലുണ്ടാകും സാധ്യത. ഈ ഓർഗനൈസേഷന്റെ കയ്യിൽ അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ MRC അങ്ങനെയല്ല, ചിലപ്പം പറയാൻ പറ്റില്ല. ഇപ്പം തൊപ്പി തന്നെ ആയിരിക്കും മെയിൻ. എനിക്കും തോന്നുക പക്ഷെ പിറകില് കുറച്ച് പേരുണ്ട് ഇവരുടെ കുറച്ച് പേരുണ്ടാവും. സ്റ്റാഫല്ല, ഒരു സെയിം പൊസിഷനിൽ ലെവലിൽ ഉണ്ടാകും. സെയിം പൊസിഷൻ, പക്ഷെ തൊപ്പീന്റെ മുകളിലാവാൻ സാധ്യത വളരെ കുറവാണ്. തൊപ്പിന്റെ മുകളിലായിരിക്കും. അതുകൊണ്ട് ആ കോൺഫിഡൻസിൽ സംസാരിക്കുന്നത്. ഇതിപ്പോ മറ്റേ ഫസ്റ്റ് ഇത് ഫസ്റ്റ് മീൻ എന്നാ അവള് ബ്രേക്കപ്പ് ആയ ആ ചങ്ങേരെ ലല്ലുവാ അങ്ങനെ എന്തോ ചോദിക്കും. മറ്റേ ഈ തൊപ്പി ഇതിൽ ബൈസെക്ഷൽ അങ്ങനെ എന്തോ ആണെന്നുള്ള പറയുന്നത് അമ്മ അറിയില്ല. ഞാൻ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അതിന്റെ കമന്റിൽ വന്നാണ് ക്രൈമെന്നല്ല, അല്ല അതുകൊണ്ടാണ് പിരിഞ്ഞത് അങ്ങനെല്ലാം പറഞ്ഞിട്ട് കുറെ വീഡിയോസ് കണ്ട് കമന്റ് കണ്ട് വിശ്വസിക്കാൻ പറ്റൂല. വെറുതെ നമുക്ക് ഇതിനെ കുറിച്ച് അധികം റിസർച്ച് ചെയ്ത് പോകാത്തോണ്ട് ആ ഒരു ടൈമില് ഇത് കാണുമ്പോ രസമായിരിക്കും. ഇപ്പൊ ഇത് ഓക്കെ ഇതിനൊരു വാല്യൂ, ന്യൂസ് വാല്യൂ ഇടുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇത് അന്തിച്ചർച്ചയ്ക്ക് മാത്രം പറ്റുന്നതാണ്, റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. ഞാനിത് തൊപ്പി മറ്റവരെ ലൈവ് കണ്ടതിന് ശേഷം പാവം ഇവരെല്ലാം ഇട്ട് തൊപ്പിന്റെ സാധനം വന്നവരാണ്. അല്ല ഞാൻ ആദ്യം കണ്ടപ്പോഴേ വിചാരിച്ചെന്ന് വെച്ചാല് ഇവർ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം തൊപ്പി കാരണം ഇവർക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇവർക്കിപ്പോ എന്തെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടായി, അത്രയ്ക്ക് മോശം അല്ലല്ലോ അവസ്ഥ. അത്രയ്ക്ക് മോശമാണെങ്കിലും ഓക്കെ, ഇതിപ്പം ഈ പറയുന്ന കേട്ടിട്ട് അത്രയ്ക്ക് മോശം ഇതൊന്നുമില്ല. ഇവർക്കിപ്പം ഇനി വിചാരിച്ചാൽ അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം മനസ്സിലായി, എല്ലാ സംഭവം പഠിച്ചു. ഇപ്പം നമ്മളിപ്പം ഒരു ഇവിടെ പോയിട്ട് ഇതാക്കുവാന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ഇപ്പം താജ്തെല്ലാം കണ്ടില്ല, ആ പഠിക്കാൻ പോയി അവിടെ ബാംഗ്ലൂർ. അത് പഠിച്ചു കഴിഞ്ഞ് 2 വർഷം അവിടെ ജോലി ചെയ്തു, ചെറിയ പൈസക്ക് കമ്പൽസറി ആയിട്ട് അവിടെ ജോലി ചെയ്യണം. അത് അവൻ്റെയും കൂടെ ഒരു ഇതാണ്. അതിനിപ്പം ഞാൻ ഇത്രയും പൈസേൻ്റെ പണിയെടുക്കുന്നുണ്ട്, എനിക്ക് ഇത്രയും പൈസ വേണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആരും വലിയ ഏജ്ഡ് അല്ല, ഇവർക്കെല്ലാം സമയമുണ്ട്. ചെറിയ പ്രായമാണ്, ഒരു 2-3 വർഷം ഇതിനെ സ്പെൻഡ് ചെയ്താലും പിന്നെ അവർക്ക് ഇതാവാൻ പറ്റും. അതെന്താ ചേട്ടാ, അതെന്താ പറക്കോ? അതെയാ, ഉണ്ടാക്കിയതാ? അതെ, വീഡിയോ എടുക്കാൻ നിമിഷം എന്നെ കൊണ്ട് വേറെ ഉപകാരങ്ങൾ ഒന്ന് എടുക്കണോ? എഞ്ചിനീയറാ? ഞാനോ? അല്ല, ഞാൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി ഇറക്കണം, താഴെ ഇറക്കണം. ഇല്ലെങ്കിൽ വീണോ? എവിടെ കിട്ടിയില്ലേ? ഇതെന്താ മെറ്റീരിയല്? ആ സാധനം പ്ലാസ്റ്റിക് പോലത്തെ നല്ല വെയിറ്റുള്ളതാണോ? തെർമോക്കോൾ പോലത്തെ. 2 മിനിറ്റ് കൊണ്ടുവരാ. എന്നിട്ട് അതിന്റെ മോട്ടർ നിങ്ങൾ ഉണ്ടാക്കിയതാ?
എന്ത് ചെയ്യുന്നേ? ആർമിയിലാ? നിങ്ങളെവിടെ പെരുമ്പള്ള? എടക്കോത്ത് ഇവിടെ താഴെ എടുക്കോത്ത. നമുക്ക് അങ്ങോട്ട് അല്ലേ? ഇവിടെ വന്നാടെ അവിടെ രണ്ടുപേരും പിടിച്ചിരുത്തിയാൽ എടാ നിങ്ങൾ താമസിച്ചു ഇവിടെ വന്നേ? ഇവിടെ അടിപൊളി സംഭവം നടന്നില്ലേ? എടാ തിന്നാൻ കൊണ്ടാ ഇനി സച്ചന് കുറെ അവരാതെ നിൽക്കാം. അങ്ങനെ ചോദിക്കുന്നില്ല. ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ബോധമൊന്നുമില്ല. അച്ഛനും ബോധത്തിന് ബന്ധം ക്യാമറ പെട്ടെന്ന് എടാ നിങ്ങൾ താമസിച്ചൂടാ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. 5 മിനിറ്റ് ലേറ്റ് ആയി പോയിന്. ആ വണ്ടി വന്ന് ഒരു കാറ് പോകുന്നുണ്ടായിരുന്നു അവിടെ. ആൾട്ടോ. ആ ഒരു ഗ്രേ കളർ മറ്റേ സിൽവർ കളർ കാർ ആൾട്ടോ പോകുന്നുണ്ടായിരുന്നു. എടാ ഇവിടെ ഒരു ചങ്ങായി ഒരു വിമാനം ആക്കിട്ട് വന്നിടാ. വിമാനം ചങ്ങായി ആക്കിയത്. വിമാനം പോലത്തെ സാധനം ഉണ്ടായിരുന്നു. എയറോപ്ലെയിൻ. എന്നിട്ട് ഇവിടുന്ന് ആ ചങ്ങായി ഉണ്ടാക്കിയതാണ്. സാധനം അങ്ങ് വരെ പോന്ന്. ഭയങ്കര സ്പീഡില്. അത് അങ്ങ് ഹൈറ്റ് പോകും. ആർമിയിലുള്ള മഴ വരുന്ന ആർമിയിലുള്ള നച്ചക്കരി വന്ന് നഷ്ടായി മോനെ. അവനെ 10 മിനിറ്റ് ഇവിടുന്ന് പുറത്തിന്. അത് ക്രഷറിലടാ. എവിടെ എത്തിന്നറിയാം. ഏത് ക്രഷറിലടാ? ഇതാ അത് ക്രഷറിലടാ. അത് ക്രഷറാ? ഏത് ക്രഷർ? കടയക്കര ക്രഷറാ? അത് കടയക്കര ക്രഷർ ചോദിക്കാനല്ലേ ഇങ്ങോട്ടല്ല. പോയി പോകാൻ മാട്ടാ. ക്രഷറിന്റെ നമുക്കൊന്നങ്ങ് പണിതെത്തിയാണ്. അതന്നെടാ അവിടെ ക്രഷറിന്റെ മറ്റേ പണിക്കാര് അവിടെ ഇത്രയും അടുത്തെത്തിയ ക്രഷറല്ലോ. മഴ നമ്മ ദൂരത്തി അതിങ്ങനെ വളർന്നോണ്ട് നിൽക്കുന്നു. മഴയും കൊണ്ട് വന്ന് കളിക്കാം. കളിക്കാം. നമുക്ക് ടീം ആക്കട്ടാ. കളിക്കും. ഒരു ഭാഗത്തേക്ക് ലെഗിലേക്ക് മാത്രം കളിക്കാനുള്ളൂ. അങ്ങോട്ടേക്ക് എടാ അങ്ങോട്ടേക്ക് മറ്റേ കല്ലുണ്ടാ. കല്ല് ഓടും. ശരീരം അനക്കാനാണ്. ചാവും. സോഫ്റ്റ് മഴ വന്നടാ. മഴ എവിടെയില്ല. ശ്മശാനുണ്ട് കേറിക്കാൻ. കേറിക്കാറ് ശ്മശാനുണ്ട്. എന്നിട്ട് നാറിയ പണിയാടാ. നമ്മൾ കൊള്ളാത്ത മഴ എന്തിനു കൊള്ളാനാടാ? കൊള്ളാത്ത മഴ. നീ വാ. എന്റെ ചങ്ങായിന്റെ വീഡിയോ ഉണ്ടായിരുന്നാ? തൊപ്പിന്റെ മറ്റോനെന്തോ ഒന്നും കൊടുക്കുന്നില്ല. ശമ്പളം ആവുന്നല്ല. എല്ലാം